അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ നാട്ടിലെ നാട്ടുഗുരുതി അല്ലെങ്കിൽ നാട്ടുഗുരുസി പൂജയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പൊതുവേ കേരളത്തിൽ നമ്മുടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഗുരുതി പൂജ നടത്താറ്. അതായത് ദുഷ്ടശക്തികളെ അകറ്റാൻ വേണ്ടി ദേവീ പ്രീതിക്കായി നടത്തുന്ന ഒരു ആചാരമാണ് ഗുരുതി അല്ലെങ്കിൽ ഗുരുസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് വടക്കുംമുറി ശ്രീ തറക്കൽ ഭഗവതി എന്ന് പറയും. ഭദ്രകാളി തന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാണ്ട് തൊട്ടടുത്ത് ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മകരമാസത്തിലെ 3-ാം വെള്ളിയാഴ്ചയാണ് നാട്ടുഗുരുതി പൊതുവെ അവിടെ നടക്കാറ്. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങളുടെ തറവാട്ടിൽ ഒരു മൂത്ത കാരണവരുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി വന്ന് പിന്നെ അവിടെയാണ് ഉച്ചയോടനുബന്ധിച്ച് ഒരു 3 മണി 4 മണി വരെ വെളിച്ചപ്പാട് ഉറയുകയും അതേപോലെ പൂതനും തിറയുടെ ആട്ടവും പരിപാടികളും പിന്നെ അവിടെയാണ് നടക്കുക. അപ്പോൾ ഇതാ തറവാടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം എല്ലാം ഉണ്ടാവും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നാട്ടിലുള്ള എല്ലാവിധ ആളുകളും അവിടെ ആ ഒരു ദിവസം എങ്ങനെയെങ്കിലും ദൂരത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ നോക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 മണി 3 മണി ആ സമയത്തൊക്കെയാണ് വെളിച്ചപ്പാട് എഴുന്നള്ളുക അങ്ങോട്ട്. സദ്യക്ക് നമുക്ക് ഒരുവിധം എല്ലാം ഉണ്ട്. തോരൻ, സാമ്പാർ, പുളിയിഞ്ചി, അവിയൽ, പായസം, അച്ചാർ, ഓലൻ, കാളൻ, അങ്ങനെ എല്ലാം കൂട്ടിയൊരു അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ഈ ഒരു എഴുന്നള്ളത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടല്ലോ, പറയും നെല്ലും അതുപോലെ വാഴേൻ്റെ ഇലയിൽ അരിയും പൂവും നിലവിളക്കും എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ക്ഷേത്രത്തിൽ നിന്ന് വെളിച്ചപ്പാടും പൂതനും തിറയും എല്ലാം ഈ സമയത്താണ് ഇങ്ങോട്ട് എഴുന്നള്ളുക. അപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു എഴുന്നള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാ അവരവിടെ നിന്ന് വന്നു തുടങ്ങി. അപ്പോൾ മുന്നിലൊരാൾ സ്റ്റൂള് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വെളിച്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ 2 വെളിച്ചപ്പാടുകൾക്കും ആ സ്റ്റൂളിൻ്റെ മേലെ നിന്നുകൊണ്ട് വേണം അരുളപ്പാട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനാണ് ആ സ്റ്റൂള് മുന്നിൽ അവർ കൊണ്ടുപോയത് ആദ്യം തന്നെ. തൊട്ട് പിന്നാലെ നിങ്ങൾക്ക് കാണാൻ പറ്റും പൂതൻ വരുന്നുണ്ട്. അപ്പോൾ ചെണ്ടമേളം, അതുപോലെ തന്നെ വെളിച്ചപ്പാട്, പൂതൻ, എല്ലാവരും ഒരു പൊയ്ക്കാള കണ്ടോ, ബാക്കിൽ ചെറിയൊരു കാള കണ്ടോ. അപ്പോൾ അവരെല്ലാവരും ഇതിൻ്റെ പിന്നാലെ വരും. അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ തറവാടിൻ്റെ മുറ്റത്ത് എത്തിയതിന് ശേഷം അവരിവിടെ അരുളപ്പാട് ചെയ്യും. ആ സ്റ്റൂളിൻ്റെ മേലെ നിന്നുകൊണ്ടായിരിക്കും അവർ അരുളപ്പാട് ചെയ്യുക. നമ്മളെ നാട്ടിൻപുറങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഓരോ ഉത്സവങ്ങളായിക്കോട്ടെ, ആചാരങ്ങളായിക്കോട്ടെ, അതൊക്കെ അനുഭവിച്ചറിയുക അല്ലെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. കാരണം നമ്മൾ സിറ്റി ലൈഫിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും നമുക്ക് യാതൊരുവിധ കണക്ഷൻസും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇത്തരത്തിലൊക്കെ നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്.
വെളിച്ചപ്പാട് രണ്ടുപേരും ഉറഞ്ഞു തുള്ളി ഏറ്റവും അവസാനം ആവുന്ന ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു ദേവി കടാക്ഷം അല്ലെങ്കിൽ ആ ഒരു ഭഗവതിയുടെ മുഴുവൻ ആ ഒരു എനർജി എന്തുകൊണ്ടോ ആവാം അവരാ ഒരു വളരെ മാക്സിമം ഒരു പീക്ക് ഒരവസ്ഥയിലെത്തും. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. കേരളത്തിലെ ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നാണ് സത്യം പറഞ്ഞ ഈ ഒരു ഗുരുതി പൂജ എന്ന് പറഞ്ഞൊരു താന്ത്രിക വഴിപാട് ഉദ്ഭവിച്ചു വന്നത്. നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാവരോടും ഇല്ലെങ്കിലും വെളിച്ചപ്പാട് തിരഞ്ഞെടുത്ത 2-3 ആൾക്കാരെടുത്ത് ചെന്ന് ഇതുപോലെ ഉറഞ്ഞുതുള്ളി ഭഗവതി അവരോട് പറയുന്നത് പോലെ ഭഗവതി പറയുന്നതാണ് എന്നുള്ളൊരു കണക്കിൽ തന്നെ വെളിച്ചപ്പാട് അവരോട് ഓരോ കാര്യങ്ങൾ പറയും. നമുക്ക് തന്നെ അവിടെ നിൽക്കുന്നവർക്ക് തന്നെ മുഴുവൻ അത് ക്ലിയർ ആവില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒരുവിധം ചിലതൊക്കെ മനസ്സിലാക്കാം. ഭദ്രകാളി തുടങ്ങിയ ഉഗ്രദേവകളെ പ്രീതിപ്പെടുത്തി ദുഷ്ടശക്തികളെ ആഭിചാര ദോഷങ്ങളെയൊക്കെ അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഗുരുതി പൂജ നടത്തുക. അപ്പോൾ പണ്ട് നടന്നിരുന്നൊരു മൃഗബലി ഉണ്ടായിരുന്നു, കുരുതി എന്ന് പറയും. അതിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ ഈ പറയുന്ന ഗുരുതി പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സംയുക്ത ശക്തിയാൽ ജനിച്ചതാണ് ഭദ്രകാളി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഭദ്രകാളി ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നു എന്നാണ് നമ്മളുടെ ഗുരുതി പൂജയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. വ്യക്തിപരമായി നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ നീക്കുക, ദുരാത്മാക്കളെ അകറ്റുക, അതുപോലെ ആത്മീയ ഉന്നമനം, മന്ത്രവാദ ദോഷങ്ങൾ പരിഹരിക്കുക എന്നിവയ്ക്കൊക്കെ നടത്തുന്നതാണ് ഈ ഒരു ഗുരുതി പൂജ പലയിടങ്ങളിലും കേരളത്തിൽ. ഇനിയൊരു 10ഓളം തിറ തുള്ളലായിരിക്കും. അപ്പോൾ അതിന് ബാൻഡ് സെറ്റും ഉണ്ട്. അപ്പോൾ അവർ ഇനിയൊരു നീണ്ട സമയത്തോളം അവരുടെ ഒരു തുള്ളൽ നമുക്ക് കാണാൻ പറ്റും. ഈ തിറ തുള്ളുന്ന ആളുകളുടെ എഫേർട്ടൊന്നും നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അവരുടെ ഒരു അധ്വാനം എന്ന് പറയുന്നത് അപാരമാണ്. അപ്പോൾ ഈ ഒരു തിറ എന്ന് മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഉത്സവങ്ങളിലും നമ്മൾ തിറ പൊതുവേ കാണുന്നതാണ്. അപ്പോൾ അവർക്കിത് പെർഫോമൻസ് ചെയ്യാൻ അവർ എടുക്കേണ്ടതായിട്ടുള്ള വ്രതം, അവരുടെ കഷ്ടപ്പാട് ഒക്കെ ഭയങ്കര നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നാട്ടുകുരുതി ഉത്സവം ഈ ഒരു തുള്ളലോട് കൂടി സമാപിക്കുകയാണ് ചെയ്യുക.
പിന്നെ നമുക്ക് വൈകുന്നേരം ക്ഷേത്രത്തിൽ കാളവരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയും ചെറിയ രീതിയിലുള്ള പരിപാടികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുകുരുതി, അതായത് ഞങ്ങളെ കുടുംബക്ഷേത്രമായിട്ടുള്ള വടക്കുംമുറി ശ്രീ തറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലം മകരത്തിലെ 3-ാം വെള്ളിയാഴ്ച നടന്നു വരുന്ന നാട്ടുകുരുതി ഉത്സവം. അപ്പോൾ ഫോക്ക് ഫുഡ് ഫ്ലോറുടെ എല്ലാ ആൾക്കാർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.